ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡൊമൈൻ ഓഫ് ഫിസിക്സ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന നമ്മുടെ +2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്, ലെക്ചർ 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കൂളോംസ് ലോ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതായത് കൂളോംസ് ലോ, അതുപോലെ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്ത് നിർത്തിയതാണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇന്ന് പറയുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മുടെ ഫൈനൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിലൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൂളോംസ് ലോ വരെ നമ്മൾ പറയുന്നത്. കൂളോംസ് ലോ നമുക്കറിയാം F = 1/4πε0 Q1 Q2/r² ആണ്. ഫ്രീ സ്പേസിലായിരിക്കുമ്പോൾ ഒരു മീഡിയത്തിലാകുമ്പോൾ അത് 1/4πε0 1/4πε Q1 Q2/r² ആണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ള മറ്റൊരു വേർഡുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട്. ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു മാഗ്നറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെന്ന് എടുക്കാം. ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ ഇതിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു മെറ്റൽ പീസ് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇവർ പരസ്പരം എന്ത് ചെയ്യും? പരസ്പരം എന്നല്ല, ഈ മെറ്റൽ പീസിനെ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നമ്മൾ അതിനെ കുറച്ചും കൂടെ തൊട്ട് അപ്പുറത്തേക്ക് വെച്ചു, അപ്പോഴും ചിലപ്പോൾ അട്രാക്ട് ചെയ്യും. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് ആ ഒരു മെറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു. ആ ഒരു റീജിയനുള്ളിൽ മാത്രമേ ആ മാഗ്നറ്റിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഫോഴ്സ് ഉള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. ആ ഒരു റീജിയനെ നമ്മൾ വിളിച്ചൊരു പേരായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സെയിം കോൺസെപ്റ്റ് എന്താണ്? നമ്മളൊരു ചാർജ് എടുക്കുന്നു. Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാൻ കൺസിഡർ ചെയ്യണം. Q എന്ന് പറയുന്ന ഒരു ചാർജ്. ഈ ചാർജിന് ചുറ്റും അല്ലെങ്കിൽ ഈ ചാർജിന് അടുത്തേക്ക് ഞാൻ മറ്റൊരു ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണ്, Q0 എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ. ഉറപ്പായിട്ടും ഈ Q എന്ന് പറയുന്ന ചാർജും Q0 എന്ന് പറയുന്ന ചാർജും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാകും. നമ്മൾ പഠിച്ചതാണ്. ഒന്നുകിൽ കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കാം. അത് നമ്മുടെ ചാർജസിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട് ഏതൊരു ചാർജിന് ചുറ്റും. കൂളോംസ് ലോ അനുസരിച്ച് കൂളോംബിക് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എത്ര ദൂരത്തേക്ക് പോയാലും ആ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ഒരു ചാർജിന് ചുറ്റും, Q എന്ന് പറയുന്ന ഈ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തുണ്ടായിരിക്കും, ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ആ റീജിയനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the region around a charge where the region അല്ലെങ്കിൽ the space എന്ന് പറയാം. Okay, the region or space around a charge where electrostatic force is experienced. Electrostatic force experience ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ സമയം കിട്ടിയില്ല സ്ലൈഡ് റെഡിയാക്കാൻ, അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് റെഡിയാക്കിയാൽ അങ്ങനെ അടുത്ത ഡെഫിനിഷൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയേനെ. സ്ലൈഡ് റെഡിയാക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ തന്നെ എഴുതി പറഞ്ഞു പോകുന്നത്. അപ്പം മനസ്സിലാക്കി വെച്ചിരിക്കും. ദ റീജിയൻ അറൌണ്ട് എ ചാർജ് വെയർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അപ്പം നമ്മളിതാ ഈ ചാർജിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. Q എന്ന് പറയുന്ന ചാർജ്. ഈ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് ചാർജ് എന്ന് വിളിക്കും. ഓർമ്മയിൽ വെച്ചിരിക്കുക, മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് ചാർജ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് ചാർജ് എന്ന് പറയും. ആ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലേക്ക് നമുക്ക് അറിയാവുന്ന കേസ് വെച്ച് പറയാം. ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഒരു പോയിന്റ് എടുക്കേണ്ടത് ഈ ഒരു പോയിന്റ്. ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവയ്ക്കണം. ദാറ്റ് മീൻസ് ഒരു മെറ്റലിനെ കൊണ്ടുവയ്ക്കണം. മറിച്ച് ഞാനൊരു വുഡൻ പീസ്, ഒരു തടിക്കഷ്ണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവിടെ നമുക്ക് അറിയാൻ പറ്റില്ല മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ ഈ ചാർജിന്റെ അടുത്ത ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ആരെ കൊണ്ട് വെക്കേണ്ടതായിട്ട് വരും, ഒരു ചാർജിനെ കൊണ്ട് വെക്കേണ്ടതായിട്ട് വരും. ഈ വെക്കുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. ടെസ്റ്റ് ചാർജ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിനെ നമ്മൾ സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ചാർജിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ടെസ്റ്റ് ചാർജ് എന്ന് വിളിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യവും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് +1 കൂളോം ചാർജിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കുക, ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കുക. മുമ്പോട്ടേക്ക് പോകുമ്പോൾ പല സിറ്റുവേഷനും നമ്മൾ പറയും യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് പറയും. മനസ്സിലാക്കി വെച്ചിരിക്കുക, ടെസ്റ്റ് ചാർജ് ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആരെയായിരിക്കും, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആയിരിക്കും. ദാറ്റ് ഈസ് +1 കൂളോം ചാർജിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കാറ്, ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലായി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? എന്താണ് ദ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. പക്ഷേ നമ്മളോട് എക്സാമിന് ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറയും. അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് Q എന്നങ്ങാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നമ്മൾ സാധാരണ എഴുതുന്ന ഡെഫിനിഷൻ ഈ ഒരു ഡെഫിനിഷൻ അല്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഡെഫിനിഷൻ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡെഫിനിഷൻ എഴുതാം. എന്താ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ചാർജ് Q, ഈ Q ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. Q ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ Q ചാർജിന് അടുത്തായിട്ട് 2 പോയിന്റ്സ് എടുക്കുകയാണ്. P1 എന്ന് പറയുന്ന ഒരു പോയിന്റും P2 എന്ന് പറയുന്ന ഒരു പോയിന്റും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ P1 എന്ന് പറയുന്നത് വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ്. P2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ദൂരെയുള്ള പോയിന്റ് ആണ്. 100% ഷുവർ ആണ് ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഈ Q ചാർജ്, ഈ സോഴ്സ് ചാർജ് ഈ പോയിന്റിൽ കൊടുക്കുന്ന ഫോഴ്സും P2 എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്ന ഫോഴ്സും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല ഈ ഒരു പോയിന്റിൽ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യപ്പെടും, വേരി ചെയ്യപ്പെടും. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പല പോയിന്റിലും പലതായിരിക്കും. അങ്ങനെ വരുമെന്നല്ല, സെയിം സ്ട്രെങ്ത് വരുന്നതുകൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ നോർമലി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യപ്പെടാം, വേരി ചെയ്യപ്പെടാം. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ, ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് പറയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അഥവാ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മിക്കവാറുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിക്കും. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷനും നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെഫിനിഷനും കൂടെ എന്ത് ചെയ്തിരിക്കുക, എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, it is a quantity, it is a physical quantity used to represent the strength of electric field. അതല്ല ഡെഫിനിഷൻ, എന്ന കോൺസെപ്റ്റ് പറഞ്ഞതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഡെഫിനിഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതുകയാണ്, ഇ എഫ് എന്ന് എഴുതുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ്, അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ്, the force, the electrostatic force acting on a unit positive test charge, the electrostatic force acting on a unit positive test charge placed at that point, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. എന്താ കോൺസെപ്റ്റ് എന്ന് പറയാം, നോക്കിയിരിക്കാം. അതായത് നമ്മൾ ഇതാ ഒരു ചാർജ് എടുക്കുകയാണ്, Q എന്ന് പറയുന്ന ചാർജ്. ഇതാണ് നമ്മുടെ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത്. സോഴ്സ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്, അതാണ് നമ്മുടെ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഈ ചാർജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട്, ഈ സോഴ്സ് ചാർജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യാണ്, P എന്ന് പറയുന്ന ഒരു പോയിന്റ്, which is at a distance r from this. ഞാൻ ഡെഫിനിഷനിലേക്കൊന്നും ഇക്വേഷൻസിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറയുന്നു. Q എന്ന് പറയുന്ന സോഴ്സ് ചാർജിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഞാൻ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഈ P എന്ന് പറയുന്ന പോയിന്റിലെ എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഡിഫൈൻ ചെയ്യണം. അതാ പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഈ പോയിന്റിലേക്ക് ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്താൽ, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിൽ എന്തുമാത്രം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ അതായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ Q0 എന്താന്ന് ചോദിച്ചാൽ, ഫോഴ്സ് ഓൺ Q0 എന്ന് പറയുന്നതിന് ഞാൻ എത്രയായിട്ട് എടുക്കുന്നു? F എന്ന് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ Q0 ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് F ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ചാർജ് എത്രയായിരിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ചാർജ് നമുക്ക് തന്നെ അറിയാം, സിമ്പിൾ ആണ്. എന്തായിരിക്കും? F/Q0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ്, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഫോഴ്സ് എന്താണ്? Q0യിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ആണ്. അപ്പൊ യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ്, ദാറ്റ് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് സിമ്പിൾ കോൺസെപ്റ്റ്, ഇവിടെ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ചാൽ, ഇവിടെ നമ്മളൊരു +1 കൂളോം ചാർജിനെ വെച്ചാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഡീറ്റെയിലായിട്ട് എഴുതാം. സിമ്പിൾ ആയിട്ട് എഴുതുകയാണ്: ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ കിട്ടിയ എന്താണ്? E ഈസ് ഈക്വൽ ടു F/Q അല്ലെങ്കിൽ F/Q0. ഓർത്ത് വെച്ചിരിക്കുക, ഈ Q എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ചാർജ് ആയിരിക്കും. ഓക്കെ, E ഈസ് ഈക്വൽ ടു F/Q. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാനായാലും മുമ്പോട്ടേക്കുള്ള ഡെറിവേഷൻസിലായാലും എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഏതാണ്? E ഈസ് ഈക്വൽ ടു F/Q എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. E ഈസ് ഈക്വൽ ടു F/Q. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഈ ഒരു കോൺസെപ്റ്റോടെ പഠിച്ചു വെച്ചിരിക്കുക, മുമ്പോട്ടേക്ക് പഠിക്കുമ്പോൾ വേണ്ടി വരും. F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E. എന്താ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് ഫീൽഡില് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് Q ചാർജിനെ വെച്ചിരുന്നാൽ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F ഈക്വൽ ടു QE. അത് നമുക്ക് പിന്നീട് പഠിക്കാം, ചുമ്മാ പറഞ്ഞു മാത്രം. അപ്പൊ E ഈസ് ഈക്വൽ ടു F/Q എന്ന് കിട്ടി. പക്ഷേ ഇത് കറക്റ്റ് വാല്യൂ അല്ല, ഇത് നമ്മുടെ കറക്റ്റ് ഇക്വേഷൻ അല്ല. കറക്റ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ്
Q tends to 0 F by Q എന്നാണ്. Q tends to 0 F by Q. ഇതാണ് 100% കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. എന്താണ്? E is equal to limit Q0 tends to 0 F by Q. ഇതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q tends to അല്ലെങ്കിൽ Q tends to 0. ഇതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q tends to 0 എന്നാണ്. tends to 0 എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ 0യിലേക്ക് അടുക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ നേരത്തെ എഴുതിയ പോലെ Q0 ഇട്ട് തന്നെ പോവാം. ഇതും Q0 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 that is Q0 tends to 0 എന്ന് പറഞ്ഞാൽ Q0യുടെ വാല്യൂ 0യിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ Q0 വളരെ വളരെ ചെറിയ വാല്യൂ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കോളാം. ഇതായിരുന്നു നമ്മുടെ സോഴ്സ് ചാർജ്. ഇതാണ് നമ്മുടെ സോഴ്സ് ചാർജ്. ഓക്കെ, സോഴ്സ് ചാർജ്. അപ്പൊ ഇതിനടുത്ത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഞാൻ ഒരു പോയിന്റ് ചൂസ് ചെയ്തു P. ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവിടെ Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ വെച്ചു. ദിസ് ഈസ് അവർ ടെസ്റ്റ് ചാർജ്. പക്ഷേ ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് വളരെ 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 ചെറുതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് ഒരു വലിയ ചാർജ് ആണെങ്കിൽ, Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് ഒരു വലിയ ചാർജ് ആണെങ്കിൽ ദിസ് Q0 ഹാവ്സ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്. ആ Q0ക്ക് അതിന്റെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. Q0 എന്ന് പറയുന്ന ചാർജിന് എന്തുണ്ടായിരിക്കും? അതിന്റെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു പോയിന്റിന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും, അതായത് നമ്മുടെ സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും ടെസ്റ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും കൂടെ സമ്മായിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോഴ്സ് ചാർജ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ Q0 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വളരെ വളരെ ചെറുതാവണം, എന്ന് വെച്ചാൽ നെഗ്ലിജിബിളി സ്മാൾ ആവണം. അങ്ങനെ സ്മാൾ ആകണമെങ്കിൽ Q0 എന്ന് പറയുന്ന ചാർജ് ഇൻഫൈനിറ്റിസിമലി സ്മാൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് വളരെ ചെറിയ ചാർജ് ആയിരിക്കണം നമ്മൾ ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഈ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്, Q0 tends to 0. അപ്പൊ 100% ഷുവർ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, E is equal to limit Q0 tends to 0 F by Q0. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? E is equal to F by Q എന്നായിരിക്കും. കാരണം മനസ്സിലായി കാണും, നമ്മൾ ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഇൻഫൈനിറ്റിസിമലി സ്മാൾ ആയിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ചസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിനെ അത് എന്ത് ചെയ്യിക്കും? ചേഞ്ച് ചെയ്യിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയില്ല, എങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് കോൺസെപ്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ സിംപ്ലി നമുക്ക് എന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം, ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E is equal to F by Q. സിമ്പിൾ ആയിട്ട് എഴുതാണ്. Q0 മറ്റേ Q എന്ന് കൊടുക്കുന്നു, F by Q, where F is a vector quantity but Q is a scalar quantity. Q എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് is in the same direction of E is in the same direction of F. സെയിം ഡയറക്ഷൻ ഓഫ് F. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആരുടെ അതേ ഡയറക്ഷനിലായിരിക്കും? എഫിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, രണ്ട് കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും, നമ്മുടെ ഈ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും പഠിച്ച് തീരുന്നത് വരെയും ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ഞാൻ ഇനി പറയാൻ പോകുന്ന കോൺസെപ്റ്റ്. അതായത് ഒന്നാമത്തെ സിറ്റുവേഷൻ, ഇഫ് the source charge is positive, if the source charge is positive, അതായത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സോഴ്സ് ചാർജ് എന്താണെന്ന് കരുതുക? ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. അപ്പൊ ഇതാണ് നമ്മുടെ സോഴ്സ് ചാർജ്, ദാറ്റ് ഈസ് പ്ലസ് Q. അപ്പൊ ഇതിന്റെ അടുത്തുനിന്ന് ദൂരത്തേക്കുള്ള ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യാണ്, ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു അവിടെ ആരെ കൊണ്ടുവയ്ക്കണം? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ, ദാറ്റ് ഈസ് പ്ലസ് 1 കൂളോം ചാർജിനെ കൊണ്ടുവയ്ക്കണം. ഇവിടെ മക്കളെ നിങ്ങൾ നോക്കിയേ, ഇവിടെ രണ്ടുപേരും പോസിറ്റീവ് അല്ലേ? രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ റിപ്പൾസീവ് ആയിരിക്കത്തില്ലേ? ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കത്തില്ലേ? ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇങ്ങോട്ടേക്കായിരിക്കത്തില്ലേ?
എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. എന്താണ്? ഇഫ് ദ സോഴ്സ് ചാർജ് ഈസ് പോസിറ്റീവ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് directed away from the charge, directed away from the charge, away from the charge. ചാർജിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എവേ ആയിരിക്കും. ഇഫ് ദ സോഴ്സ് ചാർജ് ഈസ് പോസിറ്റീവ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് അതിനൊരു സിംഗിൾ ചാർജ് ആണെങ്കിലും, ഇപ്പൊ നമ്മളൊരു ബോക്സ് ഒരു മെറ്റീരിയൽ എടുക്കുന്നു, ഈ മെറ്റീരിയലിന്റെ ടോട്ടൽ ചാർജ് പോസിറ്റീവ് ആണ് അതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു വയർ എടുക്കുന്നു, വയറിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അതാണെങ്കിലും, എന്താണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ്? If രണ്ടാമത്തെ കേസ്, if the source charge is negative, if the source charge is negative, if the source charge is negative, source charge എന്താണെന്ന് കരുതുക? നെഗറ്റീവ് ആണെന്ന് കരുതുക. അതായത് നമ്മൾ എടുക്കുന്ന ചാർജ് -q ആണ്. അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് P ഇവിടെ ഞാൻ വെക്കുന്നു +q ചാർജിനെ, +q ചാർജിനല്ല സോറി +1 കൂളോം ചാർജിനെ, ദാറ്റ് ഈസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുന്നു. അപ്പൊ ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഇങ്ങോട്ടേക്കായിരിക്കും എഫിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇയുടെ ഡയറക്ഷൻ, രണ്ടു പേരുടെയും ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ചാർജ്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ചാർജ്. ഈ ഒരു സ്ലൈഡ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ലൈഡ്, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജും, സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ടുവേർഡ്സ് ദ ചാർജും ആയിരിക്കും. കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? F/Q ആണെന്ന് പറഞ്ഞു. then its unit will be ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ per coulomb. Its unit is Newton per coulomb. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട്. It has also a unit വോൾട്ട് പെർ മീറ്റർ. ഇതെന്താണെന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നിങ്ങൾ ഇത് പഠിക്കാം. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ന്യൂട്ടൺ പെർ കൂളോം എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് പറയാം. എന്താ സംഭവം എന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ വോൾട്ട് പെർ മീറ്റർ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, തൽക്കാലം ഓർത്ത് വെച്ചിരിക്കുക. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളോം ആൻഡ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾസോ വോൾട്ട് പെർ മീറ്റർ. രണ്ടിൽ ഏതിൽ തന്നിരുന്നാലും റൈറ്റ് ആണ്. ഇപ്പൊ ന്യൂട്ടൺ പെർ കൂളോമും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്, വോൾട്ട് പെർ മീറ്ററും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. And it is a vector quantity. Electric field is a vector quantity. Direction എങ്ങനെയാണ്? If the source charge is positive, source charge എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്. If the source charge is positive, electric field is directed away from the charge. Electric field away from the charge ആയിരിക്കും. If the source charge is negative, electric field is directed towards the charge. ചാർജിന് അടുത്തേക്കായിരിക്കും. ഇത് മറന്നു പോകരുത്. It's very 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 important topics. ഏതാണ്? ഇതും ഇത് രണ്ടും നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആണ്. ഓൾറെഡി 1-2 ക്ലാസ്സുകൾ വേറെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മീൻസ് ഓൺലൈൻ ക്ലാസ്സുകൾ വേറെ ഉള്ളത് കൊണ്ട്, മീൻസ് ട്യൂഷൻ സെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നതിനകത്ത് ഒരു ചെറിയ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നാളെ നമ്മുടെ അടുത്ത വീഡിയോ ഉണ്ടാകും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച്. അപ്പം നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് പോർഷൻസ് എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ പേടിക്കുക വേണ്ട. ഉറപ്പായിട്ടും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യും. ഫോക്കസ് ഏരിയ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, ഒഫീഷ്യലി ഫോക്കസ് ഏരിയ വരികയാണെങ്കിൽ ഫോക്കസ് ഏരിയ ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഫോക്കസ് ഏരിയ വരുന്നത് വരെ നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിപ്പിച്ച് പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് വെക്റ്റർ ഫോം ഓഫ് കൂളോംസ് ലോ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്യാം. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് 2 തവണ. 2 രീതിയിലാണ് ചോദിച്ചത്. ഒന്ന് എക്സ്പ്രസ് കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം, ഒന്ന്. രണ്ടാമത്തത് പ്രൂവ് ദാറ്റ് കൂളോംസ് ലോ ഒബെയ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന രീതിയിൽ 2 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പക്ഷേ നമ്മുടെ ഫോക്കസ് ഏരിയ, അതായത് ഇപ്പോഴത്തെ ഫോക്കസ് ഏരിയ
അതായത് ഇപ്പോൾ കഴിഞ്ഞ +2 എഴുതി, ഇപ്പോൾ +2 എഴുതിയ അവരുടെ ഫോക്കസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് ഏരിയ അനുസരിച്ച് വെക്റ്റർ ഫോം ഓഫ് കൂളോംസിലേക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയില്ല, ഇമ്പോർട്ടൻസ് കുറവാണ്. സോ അതുകൊണ്ടാവാം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, വെക്റ്റർ ഫോം ഓഫ് കൂളോംസിൽ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് ഇത്ര ഇമ്പോർട്ടൻസ് അല്ല, നിങ്ങൾ 2 അട്രാക്ഷനും റിപ്പൽഷനും പഠിക്കേണ്ട എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് യുവർ വിഷ്. എന്തായാലും ഞാൻ പറഞ്ഞു, ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒഫീഷ്യലി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അത് വെറുതെ നമ്മൾ പേരിന് ക്ലാസ് എടുക്കുന്നതല്ല, എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ എൻട്രൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കൂടെ ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ എൻട്രൻസിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അടുത്ത ചാനലിൽ തരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ജസ്റ്റ് ഫീൽ ദ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് ഫീൽ ചെയ്യാനായിട്ട് പഠിക്കുക. ഫീൽ ചെയ്ത് പഠിക്കാൻ പോയി കോൺസെപ്റ്റ് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാകാനായിട്ട് പറ്റും. ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കല്ല, ഞാൻ മറ്റ് സബ്ജക്റ്റ് മോശമാണെന്നല്ല പറയുന്നത്, കെമിസ്ട്രിയോ ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മെത്തേഡാണ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെ അത് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഫിസിക്സിന്റെ കാര്യം പഠിക്കണമെന്ന് നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. കോൺസെപ്റ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പറഞ്ഞതുപോലെ പഠിക്കുക, നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് പഠിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് വെക്റ്റർ ഫോം പഠിക്കേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പഠിക്കേണ്ട, ഇറ്റ്സ് യുവർ വിഷ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ വെക്റ്റർ ഫോം കൂടെ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ചോദിച്ചവർക്ക് എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ പാക്കാം. അപ്പോൾ ബൈ.